ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഭരണഘടനയുടെ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആ സീരീസ് നമ്മുടെ LPP മാരത്തോൺ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്തുണ്ട്, അതെടുത്ത് കാണാവുന്നതാണ്. ഇന്ന് അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 15 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ 15 ചോദ്യങ്ങളിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്. സോ നമുക്ക് നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. ബുക്കും പേപ്പർ എടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്വതന്ത്രം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരമുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഇങ്ങനെ പറഞ്ഞതാരെ എന്നുള്ളതാണ് ചോദ്യം. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരമുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഇങ്ങനെ പറഞ്ഞതാരെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കുക. ജവഹർലാൽ നെഹ്റു, ഗുൽസാരിലാൽ നന്ദ, ഗാന്ധിജി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇവരിൽ ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം: സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി നൽകി ജനങ്ങളുടെ ക്ഷേമം വളർത്തുക എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി നൽകി ജനങ്ങളുടെ ക്ഷേമം വളർത്തുക എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, പട്ടികകൾ, ഇവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം മനസ്സിലാക്കി വായിക്കുക, ഓപ്ഷൻ എഴുതുക. അടുത്തത്: താഴെ പറയുന്നവയിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയം ഏതാണ് എന്നുള്ളതാണ്. ഉപരാഷ്ട്രപതി, ജുഡീഷ്യൽ റിവ്യൂ, മൗലികാവകാശങ്ങൾ, ഇവയെല്ലാം ഇതിലേതാണ് ശരി ഉത്തരം എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം വേണ്ട ഒരു വീഡിയോ പോസ് ചെയ്തോളൂ. അടുത്തത്: ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഓഫീസർ എന്ന് പറയപ്പെടുന്നത് ചുവടെ കാണുന്നവയിൽ ആരാണ്? 1 അഡ്വക്കേറ്റ് ജനറൽ, 2 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, 3 CAG, 4 അറ്റോർണി ജനറൽ. ഇവരിൽ ആരാണ് ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഓഫീസർ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത്? 4 കഴിഞ്ഞു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി പ്രവർത്തിച്ച വ്യക്തികൾ ആരെല്ലാമായിരുന്നു? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് പ്രവർത്തിച്ച വ്യക്തികൾ ആരെല്ലാമായിരുന്നു? 2 പേരുടെ പ്രകാരം നോക്കൂ. ഓപ്ഷൻ എ അംബേദ്കർ, നെഹ്റു തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി പട്ടേൽ, അംബേദ്കർ തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി പട്ടേൽ, VP മേനോൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി അംബേദ്കർ, VP മേനോൻ തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചുത്തരം എഴുതുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിലർ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. എന്തായാലും നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 5 ആറാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? ശ്രദ്ധിച്ചു വായിക്കുക. ഭരണഘടനാ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? RS സർക്കാരിയ, KK നരേന്ദ്രൻ, LM സിഗ്ബി, MN വെങ്കടച്ചെല്ലയ്യ. ഇതിലേതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി എഴുതുക. 7ാമത്തെ ക്വസ്റ്റ്യൻ: പാർലമെൻറ്റിലെ അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച് തർക്കമുണ്ടായാൽ തീരുമാനമെടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി, രാഷ്ട്രപതി, സ്പീക്കർ, പ്രധാനമന്ത്രി, ഇവരിൽ ആരാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യനാണ്: താഴെ പറയുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയം ഏതാണ്? ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയം ഏതാണ്? മൗലികാവകാശങ്ങൾ, മൗലിക ഘടനകൾ, CAG, ഗവർണർ, ഇവയിൽ ഏതാണ് എന്നുള്ളത് ചോദ്യം മനസ്സിലാക്കി വായിച്ചിട്ട് എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. 9ാമത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവരിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ അംഗം ആയിരുന്ന വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, N മാധവറാവു, ആനി ബസന്റ്. ചോദ്യം മനസ്സിലായല്ലോ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ അംഗമായിരുന്ന വ്യക്തി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത 10: ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളാണോ, ലോകസഭയാണോ, രാജ്യസഭയാണോ, ഇന്ത്യൻ പാർലമെൻറ്റാണോ എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ആ ഓപ്ഷൻ എഴുതുക. അടുത്തത് 11: ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അവകാശം ആരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്? പ്രസിഡന്റിലാണോ,
പ്രധാനമന്ത്രിയിലാണോ, സുപ്രീം കോടതിയിലാണോ, പാർലമെൻറ്റിലാണോ എന്നുള്ളത് എന്ത് ചെയ്യുക നോക്കുക. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അവകാശം ആരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത് നോക്കുക. അടുത്തത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? എന്താണ്? ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക ചുമതലകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, പട്ടികകൾ ഇവയിൽ ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യാം നോക്കിയിട്ട് എഴുതുക. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏതു രാജ്യത്ത് നിന്നാണ്? USA നിന്നാണോ, ഓസ്ട്രേലിയയിൽ നിന്നാണോ, ബ്രിട്ടനിൽ നിന്നാണോ, ജർമ്മനിയിൽ നിന്നാണോ എന്നുള്ളത് എഴുതുക. എന്താണ്? ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം ഏതു രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തിട്ടുള്ളത്? USA, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ജർമ്മനി ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക എഴുതുക. ചോദ്യത്തിന് സമയം വേണ്ടവർ പോസ് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ 14. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചത് എന്ന്? മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചത് എന്ന്? 1946 ഓഗസ്റ്റ് 13, 1946 ഓഗസ്റ്റ് 16, 1946 ഓഗസ്റ്റ് 15, 1946 ഓഗസ്റ്റ് 9 വർഷങ്ങളാണ്. ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരവെഴുതാൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചത് എന്ന്? നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് രൂപീകൃതമായത് ഏത് വർഷം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് സഹിതം എഴുതാം. 1946 മാർച്ച് 24-നാണോ, 1946 ഡിസംബർ 9-നാണോ, 1946 സെപ്റ്റംബർ 2-നാണോ, 1950 ജനുവരി 26-നാണോ എന്നുള്ള കാര്യം നോക്കി മനസ്സിലാക്കി എഴുതുക. എന്തായാലും നമ്മൾ 15 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇനി അതിനകത്ത് നമ്മൾ ആൻസറിലേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് കമൻറ്റ് ചെയ്യണം. അത് വളരെ മസ്റ്റാണ്. കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യുന്നില്ല, മാർക്ക് കുറവാണെന്ന് വിചാരിച്ച് കമൻറ്റ് ചെയ്യാതെ ഇരിക്കണ്ട. കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. മാർക്ക് നോക്കുക. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരമുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണമെന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിനകത്തൊന്നും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമേ ഇല്ല. ഗാന്ധിജിയാണ്. അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച് പഠിച്ചോളൂ. ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ സി. രണ്ടാമത്തേത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി നൽകി ജനങ്ങളുടെ ക്ഷേമം വളർത്തുക എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? അത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഓപ്ഷൻ ബി. രണ്ടാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഉപരാഷ്ട്രപതി അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുള്ളതാണ്. ജുഡീഷ്യൽ റിവ്യൂവോ അതുമാണ്. എന്നാൽ മൗലികാവകാശങ്ങളോ അതുമാണ്. അപ്പോൾ ഇവയെല്ലാം എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളെയും ചേർത്ത് നമുക്ക് എഴുതാം. ഇവയെല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരമായിട്ടുള്ളത്. അടുത്തത് ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആര്? ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ്? സിമ്പിൾ അല്ലേ? അത് നമുക്കറിയാം. അറ്റോർണി ജനറൽ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അറ്റോർണി ജനറൽ. നാലാമത്തേത് ഓപ്ഷൻ ഡി. 5 നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി പ്രവർത്തിച്ച വ്യക്തികൾ ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ ഒന്ന് പട്ടേലും മറ്റൊന്ന് VP മേനോൻ. പട്ടേലും VP മേനോനും. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള വരുന്നത്. പട്ടേൽ അല്ലേ? ഓക്കെ. അപ്പോൾ പട്ടേലും അതുപോലെ തന്നെ VP മേനോനും, സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. കാര്യം മനസ്സിലാക്കുക. അടുത്തത് 6 ഭരണഘടനാ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ് കമ്മീഷൻ? വെങ്കടച്ചെല്ലയ്യ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ആറാമത്തേൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് MN വെങ്കടച്ചെല്ലയ്യാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതുക. അടുത്തത് പാർലമെൻറ്റിലെ അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച് തർക്കമുണ്ടായാൽ തീരുമാനമെടുക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ഓപ്ഷൻ ബി, രാഷ്ട്രപതിയാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. അടുത്തത് 8-ാമത്തേത് താഴെ പറയുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയം ഏതാണ്? മൗലികാവകാശങ്ങളല്ല, മൗലിക കടമകളല്ല, ഗവർണറല്ല. ഓപ്ഷൻ സി, CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഇല്ലേ? അത് CAG. അതാണ് എവിടെ നിന്ന്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത 9 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ അംഗമായിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ആണോ? അല്ല. സർദാർ വല്ലഭായ് പട്ടേലാണോ? അല്ല. ആനി ബസന്റ് അല്ല. N മാധവ റാവു ആണ്. N മാധവ റാവു. നമ്മൾ
പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇല്ലേ, അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള 7 പേര്, പിന്നെ 3 മൊത്തം 10 പേര് അതിനകത്തുണ്ടെങ്കിൽ 7 പേരാണ് അംഗം എന്ന് പറയുന്നത് ടോട്ടൽ. അതിനകത്ത് മാധവറാവു മിത്തലിന് പകരം ഒന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയുത്തരം. 10ാമത്തേത് ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? അത് ആരാണ്? പാർലമെൻറ്റ്, അതായത് ഇന്ത്യൻ പാർലമെൻറ്റ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയുത്തരം. 10ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. 11 ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അവകാശം ആരിലാണ് നിക്ഷേപമായിട്ടുള്ളത്? അതും ഇന്ത്യൻ പാർലമെൻറ്റിലെ പാർലമെൻറ്റിൽ തന്നെയാണ്. ഓപ്ഷൻ ഡി. 11ൻ്റെയും ഉത്തരം ഏതാണ്? പാർലമെൻറ്റ് തന്നെയാണ്. 12 ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക ചുമതലകൾ. ഓപ്ഷൻ എ തന്നെയാണ്, മൗലിക ചുമതലകൾ. ഓക്കെ, മൗലിക ചുമതലകളാണ് 12ാമത്തേൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. അടുത്തത് 13 ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഇവിടെ നിന്നാണ്? അത് ഓസ്ട്രേലിയ. ഓപ്ഷൻ ബി, ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തിട്ടുള്ളത്. ഓസ്ട്രേലിയയിൽ നിന്നാണ്. 14 മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഓഗസ്റ്റ് 16 ഓഗസ്റ്റ് 16 1946 ഓഗസ്റ്റ് 16 ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചത് 1946 ഓഗസ്റ്റ് 16. ലാസ്റ്റ് അവസാന ചോദ്യം, നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചത് 1946 നമുക്കറിയാം. എല്ലാം 3 വർഷം 1946 പിന്നെയോ സെപ്റ്റംബറിലാണെന്നറിയാം. ആകെ സെപ്റ്റംബർ 1 ഉള്ളൂ. സെപ്റ്റംബർ 2 1946 സെപ്റ്റംബർ 2 നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചത്. സോ നമ്മൾ ഈ 15 ചോദ്യങ്ങൾ നോക്കി. 15-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നമുക്കറിയാലോ അല്ലേ? ഓക്കെ, അപ്പോൾ അതെന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പറയുന്ന ഫെബ്രുവരി 12 തിങ്കളാഴ്ചയാണ് നമ്മൾ പുതിയ LPUP ക്രാഷ് ബാച്ച് 11ാമത്തെ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നത്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്